SIR നടപ്പാക്കിയതിനു ശേഷം ഇത്തവണ ബംഗാളിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കൃത്യമായ സൂചന പുറത്തു വരുന്നുണ്ട്. അതായത് നോർത്ത് കൊൽക്കത്ത, സൗത്ത് കൊൽക്കത്ത എന്നീ രണ്ട് ജില്ലകളിൽ നിന്ന് മാത്രം 5 മുതൽ 6 ലക്ഷം വോട്ടർമാരെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ തൃണമൂലിൻ്റെ പ്രധാന നേതാവായ മമതാ ബാനർജി ഇത്തവണ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത എതിർപ്പുകളും പോരാട്ടവുമായിരിക്കും. അങ്ങനെ കണക്കാക്കാം സാറേ? ഒരു സംശയ കാര്യത്തിലില്ല. ഒന്നാമത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മമത മത്സരിച്ച നന്ദിഗ്രാമിൽ തോറ്റു കഴിഞ്ഞിട്ട് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഭവാനിപ്പൂരിൽ, കൽക്കത്തയിലെ മണ്ഡലമാണ്, ഭവാനിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് അവര് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നത്. അന്ന് അവിടെ അവരുടെ എതിരാളിയായിരുന്ന സുവേന്ദു അധികാരി, BJPയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം തന്നെയാണ് ഇത്തവണ ഭവാനിപ്പൂരിൽ മമതയ്ക്കെതിരെ മത്സരിക്കുന്നത്. ഈ ഭവാനിപ്പൂര് രണ്ട് ജില്ലകൾ ആണ് തലസ്ഥാന നഗരമായ കൊൽക്കത്ത ഉൾപ്പെടുന്ന അവിടെ ഉള്ളത്. നോർത്ത് കൊൽക്കത്ത, സൗത്ത് കൊൽക്കത്ത ജില്ലകൾ 14 മണ്ഡലങ്ങളാണ് ഈ രണ്ട് ജില്ലകളിലും കൂടിയുള്ളത്. ഈ രണ്ട് ജില്ല ആകെ 60 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് കൊൽക്കത്തയിൽ. അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ അടങ്ങിയിട്ടില്ല. അടുത്ത കാലത്ത് തന്നെ മാൾഡയിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയ ജഡ്ജിമാരെ ഗരാവോ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായി. പക്ഷെ പിന്നീട് ഗരാവോ ചെയ്തത്, ആസൂത്രണം ചെയ്തത് ഒവൈസിയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മുമ്പ് മത്സരിച്ചിട്ട് 879 വോട്ട് കിട്ടിയ ഒരു വക്കീലാണ് എന്നുള്ള കാര്യം പുറത്തും വന്നു. ആദ്യം ഇത് മമത സംഘടിപ്പിച്ചതാണ് ആണ് ആളുകൾ കരുതിയിരുന്നത്. അപ്പോൾ കൊൽക്കത്ത ഉൾപ്പെടുന്ന രണ്ട് ജില്ലകളിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂലിന് വേണമെങ്കിൽ തോൽക്കാം. തൃണമൂലിൻ്റെ നില പരിങ്ങലിലാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ നേടിയിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ വിയർക്കുന്നത്. ഇതിന് തെളിവ് 2024 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഈ ജില്ലകളിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ നീക്കിയിരിക്കുന്നത് 6,06,563 വോട്ടർമാരെയാണ് ഈ രണ്ട് ജില്ലകളിലും കൂടി നീക്കിയിരിക്കുന്നത്. ഈ 6 ലക്ഷം പേരായിരിക്കുമല്ലോ തൃണമൂലിനെ അവിടെ നിലനിർത്തിയതും ഒക്കെ. അപ്പൊ നോർത്ത് സൗത്ത് കൊൽക്കത്ത ജില്ലകളിൽ കഴിഞ്ഞ നിയമസഭാ, ഇത് ശ്രദ്ധിക്കേണ്ട കണക്കാണ്, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വോട്ടിലെ വിടവ് 6,07,612 വോട്ടാണ്. ഏതാണ്ട് അത്രയും ആളുകളെയാണ് അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ആ രണ്ട് പാർട്ടിയും തമ്മിലുള്ള വിടവ് ഈ രണ്ട് ജില്ലകളിൽ 6,07,612 വോട്ട്. SIR വഴി ഡിലീറ്റ് ചെയ്തിരിക്കുന്ന 6,06,563 വോട്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ മാർജിൻ മനസ്സിലാവും. മാർജിൻ ഏതാണ്ട് കറക്റ്റ്. അപ്പോൾ കൊൽക്കത്ത സൗത്തിലാണ് ഭവാനിപ്പൂർ. മമതയും സുവേന്ദു അധികാരിയും ഏറ്റുമുട്ടുന്ന ഭവാനിപ്പൂർ. അവിടെ ഉള്ള മറ്റേ കൽക്കത്ത സൗത്തിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾ കസബ, ബഹല പൂർബ, ബഹല പശ്ചിം, കൊൽക്കത്ത പോർട്ട്, രാഷ് ബിഹാരി, ബലിഗഞ്ച്. കൊൽക്കത്ത നോർത്തിലെ മണ്ഡലങ്ങൾ കാശിപ്പൂർ, ബർഗച്ചിയ, ഒറ്റ മണ്ഡലം കാശിപ്പൂർ, ബർഗച്ചിയ, മണിക്തല, ശ്യാംപുക്കൂർ. ഈ ശ്യാംപുക്കൂർ എന്നൊക്കെ പറയുന്നത് രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ സ്ഥലമൊക്കെയാണ് ശ്യാംപുക്കൂർ. ജൊറാസംഗോ എന്ന് പറയുന്നത് ടാഗോർ കുടുംബം ജീവിച്ചിരുന്ന സ്ഥലമാണ് ജൊറാസംഗോ എന്ന് പറയുന്നത്. ബെഗട്ട, എൻഡെല്ലി, ചൗരങ്കി, ഇതാണ് അവിടുത്തെ മണ്ഡലങ്ങൾ. അപ്പോൾ SIRന് ശേഷം കൊൽക്കത്ത സൗത്ത് ജില്ലയിൽ മാത്രം SIRല് 2,47,882 പേരെ, 27% പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. 27%. കൊൽക്കത്ത നോർത്തില്, ആ ജില്ലയിൽ 3,58,681 പേരെ നീക്കി. 24% പേര്
അല്ലേ? കാൽഭാഗം വോട്ടർമാർ 2 മണ്ഡലങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആകെ അവിടെ 18 സീറ്റ് കിട്ടിയിരുന്നു ബംഗാളിൽ. 2014 3 സീറ്റ് മാത്രമായിരുന്നു. അപ്പോൾ അന്നും ഈ കൊൽക്കത്ത സൗത്തിൽ തൃണമൂൽ 1.55 ലക്ഷം വോട്ടിന് മുന്നിൽ നിന്നിരുന്നു. കൊൽക്കത്ത നോർത്തിൽ 1.27 ലക്ഷം വോട്ടിന് ആണ് മുന്നിൽ നിന്നത്. ഭൂരിപക്ഷം 1.25-1.5 ലക്ഷം. നീക്കം ചെയ്തിരിക്കുന്ന 6 ലക്ഷമാണ്. അപ്പോൾ 2024 18 18-ൽ നിന്ന് 12 ചുരുങ്ങി ലോക്സഭയിലേക്കുള്ള MP-മാരുടെ എണ്ണം. സൗത്തിൽ തൃണമൂലിൻ്റെ ഭൂരിപക്ഷം 1.87 ലക്ഷം വോട്ട്. നോർത്തിൽ 92,560 കുറഞ്ഞു ഭൂരിപക്ഷം. മുമ്പത്തെ ഭൂരിപക്ഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല തൃണമൂലിന്. ഭവാനിപ്പൂരിൽ മമത മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ 50,000 വോട്ടർമാരെ നീക്കിയിരിക്കുന്നു. 50,000 പേര്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ മമത ജയിച്ചപ്പോൾ BJPയും TMCയും തമ്മിലുള്ള ഗ്യാപ്പ് 50,000 വോട്ടിൽ താഴെ ആയിരുന്നു. ഗ്യാപ്പ് 50,000, ഭൂരിപക്ഷം 50,000. അപ്പോൾ ഭവാനിപ്പൂര് വേണമെങ്കിൽ മമതയ്ക്ക് തോൽക്കാവുന്ന ഒരു മണ്ഡലമായിട്ട് മാറി. 50,000 പേര് ഡിലീറ്റ് ചെയ്തു. ആ ഗ്യാപ്പാണല്ലോ ഡിലീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ അന്നും കൊൽക്കത്ത കോർപ്പറേഷൻ വാർഡുകളിൽ പലതിലും BJP മുന്നിലായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലും 144 വാർഡിൽ 40 വാർഡിൽ BJP മുന്നിലായിരുന്നു. മറ്റേ തെരഞ്ഞെടുപ്പിൽ ഭവാനിപ്പൂരിൽ 8 വാർഡിൽ 5 എണ്ണത്തിൽ BJP മുന്നിലായിരുന്നു. അപ്പം ഇതാണ് ഇപ്പോൾ ഈ കൊൽക്കത്തയിലെ 2 ജില്ലകളെപ്പറ്റി, മത്സരത്തിനെ പറ്റി, മമതയുടെ മണ്ഡലത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള കണക്ക്. അവിടെ ഉണ്ടായിട്ടുള്ള SIRലെ ഡെലീഷൻസ്, ഇതിൻ്റെ കണക്ക്. ഇത് വെച്ചിട്ട് മമത വേർക്കുന്നു. അവരും ഈ സതീശനും പിണറായി വിജയനും ഒക്കെ ചെയ്തതുപോലെ അവരുടെ മണ്ഡലത്തിൽ തന്നെ നിൽക്കേണ്ടി. മമത വേർക്കുന്നു. മമത ഇപ്പം ചിന്താവിഷ്ടയായ മമത എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞ ഈ കണക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ചില വ്യക്തികളും മമതയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരാളാണ്. ഇവരുടെ പാർട്ടി തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ചൊരു ആഗ്രഹം വന്നു, ഒരു ബാബറി മസ്ജിദ് അവിടെ തുടങ്ങണമെന്ന്. അപ്പോൾ അതൊരു 300 crore അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. സൗദിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ പണം വരുന്ന രീതിയിലാണ് കല്ലിട്ടു. പിന്നെ അതുകൂടാതെ 200 ബെഡ്സ് ഉള്ളൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ, ഇങ്ങനെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പദ്ധതികളൊക്കെ ആയിട്ട് ഇദ്ദേഹം വന്നു. പക്ഷേ മമത അതിനെ എതിർത്തു. കാരണം ഇത് ഹിന്ദു മുസ്ലിം ചേരിതിരിവ് വരുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അവസാനം അങ്ങേരെ പുറത്താക്കി. അപ്പം അങ്ങേര് പോയി പിന്നീട് കൂട്ടുപിടിച്ചത് നൗഷാദ് സിദ്ദിഖി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. അത് ഈ പാർട്ടിയിലുള്ളതല്ല. അപ്പൊ അയാള് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിനെയും കൂടി ചേർക്കാനും കൂട്ടത്തിൽ നിർത്താനായിട്ടും SDPI ഒക്കെ കൂടി ചേർന്ന് മമതേനെ എതിർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ വേറൊരു വ്യക്തി നമ്മുടെ ഒവൈസി തന്നെയാണ്. ഒവൈസി ഇപ്പൊ മമതയ്ക്ക് എതിരാണ്. അപ്പോ ഒവൈസിക്ക് 8 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒവൈസിയും ഈ ഹുമയൂൺ കബീറും തമ്മിൽ സഖ്യം 182 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഈ ജനതാ ഉന്നയൻ പാർട്ടി 180, അതിൽ 8 സീറ്റ് ഒവൈസിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയി പോകും. മുർഷിദാബാദിലും മാൾഡയിലും. ഇവരുടെ മമതയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ട്സ് ആയിരുന്നു. അതിലിപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ സ്പ്ലിറ്റ് വരാൻ പോകുന്നു. അത് മമതയുടെ ഉറക്കം കെടുത്തും. മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും SIR ഒക്കെ അത് വേറൊരു കാര്യം, അത് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി കുറേ സമയം മോശമാകുമ്പോൾ എല്ലാം മോശമാകുന്ന പോലെ ഇങ്ങനെയും കൂടി കുറേ വന്നുപെട്ടിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി ഇത്രയും കാലം അവിടെ പയറ്റിക്കൊണ്ടിരുന്ന തന്ത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ അല്ലെങ്കിൽ ആ രാജ്യക്കാർ ഇന്ത്യക്കാർ പോലും അല്ലാത്ത ആൾക്കാരെയൊക്കെ കൂടെ നിർത്തി റേഷൻ കാർഡും ID ആധാർ കാർഡും ഒക്കെ കൊടുത്ത് കൂടെ നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ എപ്പോഴും ഈ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. ഇവിടെയാണ് ഇനിയിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അവിടേക്ക് വരുന്നു. ബംഗാളിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ചില തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വരുന്നു. മാത്രമല്ല ഏതാണ്ട് 60 ലക്ഷത്തോളം പേർ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്തായാൽ ആ തെരഞ്ഞെടുപ്പിനെ അത് വളരെ ഗൗരവമായി ബാധിക്കുമെന്നുള്ള കാര്യം രാജ്യമൊട്ടാകെ ചിന്തിക്കുന്നു. ഇതിനെ മമത ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റുമോ? മമത ശരിക്കും അവരുടെ ഇന്നലെ ഞാൻ നാഷണൽ ചാനലുകളിൽ മോദിയുടെ ഒരു റാലി കണ്ടു. അത് ശരിക്കും ബംഗാളിനെ ഇളക്കി മറിച്ചിരിക്കുന്നു BJP എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ്. അല്ലെങ്കിൽ ഇത് BJPക്ക് മാത്രം പല സ്ഥലത്ത് നിന്ന് ആളിനെ ഇത്രയും പേര് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട്. ആളുകളുടെ ഈ ജനസാഗരം മോദിയുടെ റാലിയിലേക്ക് ഒഴുകിയതുപോലെയാണ്. മോദി ഓരോ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ വലിയ ആരവം ഒക്കെ മുഴക്കുന്നുണ്ട്. വലിയൊരു മാറ്റം ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. പിന്നെ 40% 40,000-50,000 ഭൂരിപക്ഷം തൃണമൂലിന് കിട്ടിയിരുന്ന കുറേ മണ്ഡലങ്ങളിൽ BJP ചെയ്തിരിക്കുന്നത് സന്യാസിമാരെ, അവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലത്തിലെ പൂജാരിമാരെ ഒക്കെ. അതായത് അവിടുത്തെ ജനസംഖ്യയിൽ 70% ഹിന്ദുക്കളാണ്. ആ 70% ഹിന്ദുക്കളിൽ 45% ഹിന്ദുക്കൾ ഇത്തവണ BJPയുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ TMC തോറ്റുപോകും എന്നുള്ള, അതായത് ഒരു 3% സ്വിങ് അവിടെ വേണ്ടി വരും എന്ന് സർവേയിൽ നിന്നും സ്വതന്ത്ര സർവേകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അവിടെ 15 ദിവസത്തേക്ക് അമിത്ഷാ ക്യാമ്പ് ചെയ്യുന്നു. BJPയിൽ നിന്ന് പോയ വലിയ നേതാക്കളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞു. അവർക്ക് സീറ്റും ഒക്കെ കൊടുത്ത് അവരെല്ലാവരും മത്സരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, സ്വന്തം പാർട്ടിയിലെ നിന്നുള്ള ഈ കുത്തിത്തിരിപ്പ്, ആ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ഒഴിവാക്കി. ഇപ്പോൾ ഭയങ്കര ഏകീകരിച്ച ഒരു മുന്നേറ്റമാണ് അവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഞാൻ വേറെ റാലിയും കണ്ടു ഈ മമതയുടെ. അപ്പം മമത എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളൊക്കെ സ്റ്റേജിൽ അവിടുത്തെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുണ്ട്. മമത ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. പിന്നെ ആ അറ്റത്തുനിന്ന് ഇങ്ങേറ്റത്തേക്ക് നടക്കുന്നു. പിന്നെ വീണ്ടും അങ്ങേറ്റത്തേക്ക് നടക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടാണ് അവര് റെസ്റ്റ്ലെസ് ആണെന്നാണ്. അതാണ് ഈ വെരികിനെ പോലെ ആണ് അവർ. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭീതി, പേടി, അതൊക്കെ ആയിരിക്കില്ല അങ്ങനെയുള്ള ഒരു പ്രചരണം. കാരണം ഈ മുസ്ലിം ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു നന്നായിട്ട്. തന്ത്രം അവിടെ BJP ഇത്തവണ ജയിച്ചില്ലെങ്കിൽ ഇനി ജയിക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ 77 സീറ്റ് ഉണ്ട്, മോശമൊന്നുമല്ലല്ലോ നിയമസഭയിൽ. അത് കൂട്ടിയെടുക്കുക, ഒരു 3% സ്വിങ് ഉണ്ടാക്കുക, അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ മാൾഡയിലും മുർഷിദാബാദിലുമാണ് പ്രധാനമായിട്ട്, ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ ഈ 182 സീറ്റ് എന്ന് പറയുന്നത്. 7,000-8,000 വോട്ട് ഒക്കെ മാറിയാൽ മതി ഓരോ സ്ഥലത്തും. കാരണം മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അയാൾക്കാണല്ലോ വോട്ട് ചെയ്യുക കൂടുതലും. അപ്പോൾ തൃണമൂലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. മോദിയും ഇനി നിരന്തരം അവിടെ, കാരണം തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും തീർന്നല്ലോ, കേരളത്തിൽ തീർന്നു, അസമിൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിക്കുന്നത്. കാരണം തമിഴ്നാട് ഇത്തവണ നോക്കിയിട്ട് വലിയ കഥയില്ല. അവിടെ മറ്റേ അവരുടെ നേതാവ് തന്നെ മത്സരിക്കുന്നില്ല. അതവിടെ വഴക്കാണ് അവർ. അല്ല, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ഭാഗത്താണ് അണ്ണാമലയ്ക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. DMK ആണല്ലോ തീരുമാനിക്കുന്നത്. DMK ആ ഭാഗം ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് പീയൂഷ് ഗോയലിനാണ് ഇൻചാർജ്. ഗോയലിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അണ്ണാമലെ, ഞാൻ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നു. കേരളത്തിലെ ചില സ്ഥലത്തെ പ്രചാരണത്തിൽ നിന്ന് തിരിച്ചുപോയി അവിടെ പ്രചാരണത്തിനുണ്ട് അണ്ണാമലെ. അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രശ്നം പ്രതിപക്ഷ വോട്ടുകൾ തമിഴ്നാട്ടിൽ ഭിന്നിക്കുന്നു എന്നുള്ളതാണ്. വിജയ് അവിടെ 20% വോട്ട് 8 മുതൽ 12 വരെ സീറ്റ് നേടുന്നുള്ളത് എല്ലാ സർവേകളിലും കാണാം. യുവാക്കൾ വിജയുടെ കൂടെയാണ്. അപ്പോൾ ആ അതനുസരിച്ചിട്ടുള്ള മാനിഫെസ്റ്റോയും ഉണ്ട്. ഇന്റേൺഷിപ്പ്, തൊഴിലില്ലായ്മ സഹായം തുടങ്ങി പലതും അതിൻ്റെ അകത്തുണ്ട്.
കുറെ സീറ്റുകൾ പിടിക്കും. അപ്പൊ പ്രതിപക്ഷ വോട്ടുകൾ മുഴുവൻ ചെതറിപ്പോകും അവിടെ. അങ്ങനെയാണ് സ്റ്റാലിൻ്റെ തുടർഭരണം അവിടെ ഉണ്ടാകാൻ പോകുന്നത്. സർ, ചുരുക്കം പറയുമ്പോൾ ബംഗാളിലെ ഒരു അവസ്ഥ, മമതാ ബാനർജി മത്സരിക്കുന്ന സീറ്റിൽ പോലും അവർ ഒട്ടും സുരക്ഷിതമല്ല. മുഖ്യമന്ത്രിയായിരുന്നു ഇത്രയും കാലം ഈ പറയുന്ന കിരീടമില്ലാത്ത രാജ്ഞിയെ പോലെ വാണിരുന്ന ആൾ. ഒരു പക്ഷേ ഈ കസേരയും കിരീടവും ചെങ്കോലും ഒന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരാളായിട്ട് മാറുന്ന കാഴ്ചയും ഈ മെയ് 5 തീയതി മുതൽ അവരവിടെ ഇങ്ങനെ തെരുവുകളിൽ കൂടി നടക്കുന്നത് ചിലപ്പോൾ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.